ടിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ ശീതളപാനീയ കച്ചവടക്കാരൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മലപ്പുറം താനൂരിലെത്തിയപ്പോഴാണ് യുവാവ് ചാടിയത്. പാണ്ടിമുറ്റം സ്വദേശി അഷ്കറിനെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് സംഭവിച്ചത്? ഇയാളുടെ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണ് വിപിൻ? റിജിത്ത്, ഇന്നലെ രാത്രി 9:30 എക്സിക്യൂട്ടീവ് ട്രെയിൻ താനൂരിലെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ടിക്കറ്റും മറ്റ് രേഖകളും, അതായത് ശീതളപാനീയം വിൽക്കുന്ന ജോലിയാണ് ഈ ട്രെയിനിൽ അഷ്കർ ചെയ്തിരുന്നത്. പാണ്ടിമുറ്റം സ്വദേശിയാണ്. അഷ്കറിന്റെ കയ്യിൽ നിന്ന് രേഖകളും ടിക്കറ്റും ചോദിച്ചു. ഒപ്പം തന്നെ പിന്തുടരുകയും ചെയ്തു. ഈ സമയത്താണ് വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് എടുത്ത് ചാടുന്നത്. ഇതിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷം ഈ ട്രെയിൻ പരപ്പനങ്ങാടി ഭാഗത്ത് പിടിച്ചിടുകയും അതിനുശേഷം ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു. അവിടുത്തെ TDRFിന്റെ വളണ്ടിയർമാരും മറ്റ് ഉദ്യോഗസ്ഥരും യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ തരുന്ന തിരച്ചിലിൽ താനൂരിലെ ഓവിച്ചാലിന്റെ സമീപത്ത് നിന്നാണ് പിന്നീട് അഷ്കറിനെ കണ്ടെത്തിയത്. പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അടുത്തുള്ള ആശുപത്രിയിൽ, പരപ്പനങ്ങാടിയിലുള്ള ഒരു ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു. പക്ഷേ പരിക്ക് അല്പം ഗുരുതരമായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം യാത്രക്കാരുടെ ഭാഗത്ത് ചെറിയ പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടായി. പിന്നീട് അവിടേക്ക് പോലീസ് എത്തുകയും ചെയ്തു. താനൂർ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ട്രെയിൻ അതിൻ്റെ യാത്ര തുടരുകയും ചെയ്തത്. പക്ഷേ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ട്രെയിനകത്ത് നിന്ന് പെട്ടെന്ന് ഈ രേഖകളും മറ്റും ചോദിച്ച് പിന്തുടരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം ഇതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റ് കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഉൾപ്പെടെ അന്വേഷിച്ചു വരികയുമാണ്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.